അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, പ്രതികൾ കരഞ്ഞു പിടിച്ച് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ വീട്ടിൽ അമ്മയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും കോടതി കേട്ടിട്ടുണ്ട്. അവരുടെ പ്രായം പോലും കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ ഈ ശിക്ഷാവിധിയിലൂടെ? വളരെ കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം പ്രതികളുടെ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഇതുവരെ ഒരു ക്വട്ടേഷൻ റേറ്റ് കേസ് ഉണ്ടായിട്ടില്ല. അതില് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കൃത്യമായി തന്നെ പ്രൈമ ഫേസി കേസ് ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഗൂഢാലോചനയുടെ പ്രതികളായിട്ട് വന്നിരുന്നവർ. അപ്പൊ ആ കേസ് തെളിയിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ ട്രാജഡി ഇവിടെ കുറ്റം ചെയ്തു കഴിഞ്ഞത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതും ഇത്രയും ഓടുന്ന വണ്ടിയില് തീർത്തും നിസ്സഹായാവസ്ഥയില് തിരിച്ചുപോയപ്പോൾ ആരും കാണാനും കേൾക്കാനും പറ്റാത്ത രാത്രി സമയത്ത്, അതുപോലെ തന്നെ ഗ്യാങ് റേപ്പ്, ഇതൊക്കെ തന്നെ 6 പേരോളൊക്കെയുള്ള ആൾക്കാർ, ഇതൊക്കെ തന്നെ കാണിക്കുന്നത് വെച്ചാല് ഒരു ക്രൂരമായിട്ടുള്ള ഒരു അഗ്രേറ്റഡ് ഫോം ഓഫ് റേപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വലിയൊരു ഫോം ഓഫ് റേപ്പ് ആണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല റേപ്പിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ഹെർ ടു ത്രൂഔട്ട് ഹെർ ലൈഫ്. ഇവിടെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതിക്ക് അവർക്ക് ഒരു ഡെറ്ററന്റ് ഇഫക്റ്റ്, പണിഷ്മെന്റിന് പല ഇഫക്റ്റുകളുണ്ട്. ഡെറ്ററന്റ് ഇഫക്റ്റ് ഉണ്ട്, അതായത് ഭയപ്പെടുത്തുക. ഈ പണിഷ്മെന്റ് കണ്ടിട്ട് പൊതുജനങ്ങളും മറ്റുള്ള ആളുകളും സമൂഹവും ഭയപ്പെടണം. ഇപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്താൽ ശിക്ഷയുണ്ട് എന്നൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. രണ്ടാമത് കുറ്റമാണ്. ഇവര് ഭയങ്കര പ്രശ്നമുള്ള ആളുകളാണ്. ഇവരെ മാറ്റി നിർത്തിയേ പറ്റൂ. പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. അത് നിങ്ങളെ പുറത്തു വിട്ട് കഴിഞ്ഞാല് നിങ്ങൾ വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ അകത്ത് കിടക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു റിട്രിബ്യൂട്ടീവ് തിയറി ഓഫ് പണിഷ്മെന്റ് ആണ്. അതായത് പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്. ഇത്രയും ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിച്ചതിന് തിരിച്ച് പകരം എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആളുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എനിക്ക് വേണ്ടി ചോദിക്കും. ഇതിന്റെ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവസ്ഥ ആണ് ഇവിടെ സംഗതി. മനുഷ്യന്റെ ആ ഡിഗ്നിറ്റിനെ ഇല്ലാതാക്കുന്ന സെക്ഷൽ ക്രൈം അവർ നേരെ ചെയ്യുകയും അതിന്റെ വിഷ്വൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ അവര് നിസ്സാരക്കാരല്ല. അവര് അത്തരം വലിയ സീരിയസ് ക്രൈം ചെയ്യുമ്പോൾ തിരിച്ച് റിട്രിബ്യൂഷൻ ചെയ്യാൻ ഏത് മനുഷ്യനും തോന്നും. അപ്പോ അതിനുവേണ്ടിയാണ് സ്റ്റേറ്റ് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ചെയ്യുന്നത്. പിന്നത്തെ ലാസ്റ്റത്തെയാണ് റിഫോർമേറ്ററി, അതായത് ഇവരെ നന്നാക്കി എന്നത് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കാൻ. അപ്പോ അത് ഇപ്പൊ എന്തായാലും ഇവരെ ഒരു ക്യാരക്ടർ കൊണ്ട് ഇവരുടെ ഇത്രയും പേഷ്യൻസ് കൊണ്ട് തെളിയിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ നന്നാവുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ ഹാബിച്വലി ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്. ഇയാൾക്ക് ഹിസ്റ്ററി ഷീറ്റ് ഒക്കെ ഉണ്ട്, ഇവര് കുറെ ക്രൈം ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരാൾക്ക് എന്തിനാണ് മറ്റേ കോടതി ലീനിയൻസി കൊടുത്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇന്നൊരു ചർച്ചയിൽ വരാതിരുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട കുറ്റകൃത്യത്തിനുള്ള കൃത്യമായി തന്നെയുള്ള ഉണ്ടോ ഈ ഒരു ചർച്ചയുടെ ആവശ്യം എന്ത് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ടിവിയിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ എന്നെ നിശ്ചിതകളുടെ കാര്യം ഇത്രമേല് തിയറി ഓഫ് പണിഷ്മെന്റിന്റെ എല്ലാത്തിനെയും പൊളിച്ച് കൊണ്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോ 20 പ്രായമുള്ള ആൾക്കാരോ ഒന്നുമല്ല. അവര് ഹാബിച്വലായിട്ടുള്ള ഒഫൻഡേഴ്സ് ആണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവര് വളരെ പ്ലാൻഡ് ആയിരുന്നു. അവരതിനു വേണ്ടി ഇത്രയും റിസ്ക് ഉള്ള ഓടുന്ന റൂട്ടില് ഒരിക്കലും ആളുകൾക്ക് അറിഞ്ഞാൽ കിട്ടാത്ത, കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്തത്. അവർ എത്രമേലും അവർ സ്ത്രീയെ നിസ്സഹായാക്കിയിട്ടാണ് ചെയ്തത്. അതും അവരുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന രീതിയിൽ ഇപ്പോഴും ത്രെറ്റാണ്. ഒരു റൈറ്റ് പ്രൈവസി, ഒരു റൈറ്റ് ഡിഗ്നിറ്റി, ഒരു മരിച്ചാൽ പോലും ത്രെറ്റാണ്. ഇത്രമേല് ക്രൂരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് അതിലൊരു ക്രൂരത ജഡ്ജിന് ഫീൽ ചെയ്തില്ല. അത് ഗ്രേറ്റഡ് ഫോം ഓഫ് റേപ്പായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് എന്താ പറയാ, ഹൈക്കോടതി തന്നെ പരിപൂർണ്ണ നീതി ചെയ്ത് പോകേണ്ടി വരും.